നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മീ ദിസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രവാസി സഹകരണത്തോടെ ഒരു നാടിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു MLA ആണ് ഈ അധ്യായത്തിൽ നമ്മോടൊപ്പം അതിഥിയെത്തുന്നത്. പാലക്കാട് MLA ഷാഫി പറമ്പിലാണ് പാലക്കാട് നഗരത്തെ സ്മാർട്ട് പാലക്കാടാക്കാൻ ശ്രമിക്കുന്നത്. ഈ വാർത്തയുമായി ഗസ്റ്റ് ഇൻ ഗൾഫ്. പാലമരങ്ങൾ വളർന്നു നിന്നിരുന്ന കാട് പിന്നീട് പാലക്കാടായെന്നാണ് പഴയ ഐതിഹ്യം. അതുപോലെ വിവിധ രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന പ്രവാസികളായ പാലക്കാട്ടുകാരെ ഒരു നാടിന്റെ വികസനത്തിനായി ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന പദ്ധതിയാണ് സ്മാർട്ട് പാലക്കാട്. വികസനം വീടുകളിലേക്ക് എന്ന സന്ദേശവുമായാണ് ഈ യുവ MLA രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്താനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഈ യുവ സ്മാർട്ട് MLA. സ്മാർട്ട് പാലക്കാട് എന്ന പ്രൊജക്ട് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള മുഴുവൻ സ്കീമുകളും അത് ഉദ്ദേശിക്കുന്ന ആളുകൾ ആരോ അവരിലേക്ക് എത്താനുള്ള ഒരു ഫെസിലിറ്റേഷൻ ഓർഗനൈസേഷനായി ഇത് മാറ്റണമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റിന്റെ സ്കീമിനെ പരിചയപ്പെടുത്തുക, അതിനുള്ള ആപ്ലിക്കേഷൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആ ആപ്ലിക്കേഷൻ നമ്മൾ തിരിച്ച് റിസീവ് ചെയ്യുന്നു, അതിൻ്റെ പ്രോസസ്സിങ്ങിൽ നമ്മൾ ഫോളോ അപ്പ് നടത്തുന്നു, അവർക്ക് അർഹമായ കാര്യങ്ങൾ അനൗൺസ് ചെയ്ത് അവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് വരെ ഒരു പ്രൊഫഷണലായ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്മാർട്ട് പാലക്കാട്. ഇപ്പം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായ ഒരു അധ്യായമാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. ക്യാൻസർ പോലുള്ള മാരകമായ രോഗം ബാധിച്ചാൽ കുടുംബം വിറ്റും ചികിത്സ തേടേണ്ടി വരുന്ന മലയാളിക്ക് മുമ്പാകെ കാരുണ്യ ബെനവലന്റ് ഫണ്ടിലൂടെ 2 ലക്ഷം രൂപ വരെ സൗജന്യമായി ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അത് അറിയപ്പെടാതെ പോകുന്നത് അത് അവകാശപ്പെട്ട ആളുകളിലേക്ക് എത്താൻ അതൊരു തടസ്സമായി മാറും. വികസനം വീടുകളിലേക്ക് എന്നതുപോലെ ഒരു MLAയുടെ പ്രവർത്തനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതുവഴി ലക്ഷ്യമിടുന്നു. ഇതിനായി പാലക്കാട് നഗരത്തിലെ MLAയുടെ ഓഫീസിന് പുറമെ 4 പുതിയ സബ് സെന്ററുകൾ കൂടി തുറന്ന് മണ്ഡലത്തെ കൂടുതൽ സ്മാർട്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായി എല്ലാ സബ് സെന്ററുകളിലും വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമൊരുക്കും. മണ്ഡലത്തിലെ വോട്ടർമാരായ പ്രവാസികൾക്കും ഇതുവഴി തങ്ങളുടെ MLAയെ നേരിൽ കാണാനും പരാതികളും അഭിപ്രായങ്ങളും നൽകാനും സൗകര്യമൊരുക്കും. MLA എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ MLAമാർക്കും ഓഫീസുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഏകദേശം 1.5 ലക്ഷത്തിലധികം വോട്ടർമാർ, അതിൻ്റെ ഇരട്ടിയോളം വരുന്ന മൊത്തം ജനസംഖ്യ. ആ ജനസംഖ്യയിൽപ്പെട്ട ആളുകൾ മുഴുവൻ ഒരു MLA എന്നുള്ള എനിക്ക് നേരിട്ടുള്ള റീച്ചിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്, തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു റീച്ച് ഔട്ട് പ്രോഗ്രാമാണ്. അവർക്ക് അവരുടെ കണ്ണും കാതും കയ്യും എത്തുന്ന ദൂരത്ത് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ കഴിയാവുന്ന ഒരു സെൻറ്റർ എല്ലാ പഞ്ചായത്തുകളിലും ആദ്യം ആരംഭിക്കുക, മുനിസിപ്പാലിറ്റിയിൽ ഒരെണ്ണം ആരംഭിക്കുക, ഇപ്പോഴത്തെ MLA ഓഫീസുമായി ചേർന്ന് ടൈപ്പായി അതിനെ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ, ഗവൺമെൻറ്റിൻ്റെ സ്കീംസിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുന്നെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സെൻറ്ററായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സ്മാർട്ട് പാലക്കാടിൻ്റെ ഒരു പ്രത്യേക വിങ് ഈ പ്രവാസികളുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്നത് പോലെ ചികിത്സക്കർഹരായ ആളുകൾ അവരുടെ മറ്റ് ഡേ ടു ഡേ ഇഷ്യൂസിലെല്ലാം ഇടപെടാനും അതിനൊരു ഗവൺമെൻറ് തലത്തിൽ ഫോളോ അപ്പ് നടത്തേണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു ഫയൽ ഫോളോ അപ്പ് ചെയ്യാൻ പോലും പ്രവാസിക്ക് നേരിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരാൻ കഴിയില്ല, ഒരാളെ പകരം പറഞ്ഞുവിടാനും കഴിയില്ല. പക്ഷെ അതൊരു ന്യായമായ ആവശ്യമാണെങ്കിൽ, അതൊരാളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഫയൽ ഡീറ്റെയിൽസും ഫയൽ നമ്പറും എല്ലാം നമ്മുടെ ഓഫീസിൽ കൊടുക്കുന്ന പക്ഷം, ഈ സ്മാർട്ട് പാലക്കാടിൻ്റെ പ്രവാസി ലോകത്തെ സഹായിക്കാനുള്ള വിങ്ങിൽ കൊടുക്കുന്ന പക്ഷം അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തി അവരെ കാര്യങ്ങൾ ഇൻറ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം പോലും ഇതിനകത്തുണ്ടായിരിക്കും. ഇവിടെ ദിവസവേതനത്തിന് ജോലിക്ക് കൂലിപ്പണിയെടുത്ത് പിന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കുണ്ട്. അവർക്ക് അച്ഛനെയും അമ്മയും ഒന്ന് കാണാൻ അവരുടെ പുതിയ സംവിധാനങ്ങൾ അവരുടെ വീട്ടിൽ പരിചയപ്പെടുത്താൻ ആളുകളില്ലെന്ന് വരും. അവർ നമ്മുടെ ഓഫീസിലൊന്ന് വരികയാണെങ്കിൽ അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് അവർ അച്ഛനെയും അമ്മയും നേരിട്ട് കണ്ട് സംസാരിക്കാൻ, അവർക്ക് അച്ഛനും അമ്മയ്ക്കും MLA ആയിട്ട് ബന്ധപ്പെടണമെങ്കിൽ അവർ എൻ്റെ ഓഫീസ് തിരഞ്ഞ് പാലക്കാട് നഗരത്തിലേക്ക് വരേണ്ട, അവരുടെ കണ്ണും കൈയും എത്തുന്ന ദൂരത്ത് തന്നെ ഈ ഒരു സെൻറ്റർ ഉണ്ടാവും. ഇതിനിടെ സൗദി അറേബ്യ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സ്വദേശിവൽക്കരണം ശക്തമായി നടപ്പാക്കി വരികയാണ്. അതിനാൽ ജോലി നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്ന പാലക്കാട്ടുകാർക്ക് എന്ത് വില കൊടുത്തും സ്വന്തം നാട്ടിൽ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയും സ്മാർട്ട് പാലക്കാട് വഴി ഷാഫി പറമ്പിൽ ലക്ഷ്യമിടുന്നു. ഇപ്പം പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ താക്കത്തുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രവാസി ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യപടി എന്ന നിലക്ക് പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കീഴിൽ ഇത്തരത്തിൽ വിദേശത്തുനിന്ന് ജോലി നഷ്ടപ്പെട്ട നാട്ടിൽ വരുന്ന മുഴുവൻ ആളുകളെയും
അക്കോമഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് ഈ സ്മാർട്ട് പാലക്കാട് പദ്ധതിയിൽ നേതൃത്വം നൽകും. അതിപ്പം സൗദി അറേബ്യ അതുപോലെ കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിൽ പിരിച്ചുവിടേണ്ടി വരുന്ന ആളുകളാണെങ്കിൽ അവരുടെ സ്കിൽഡ് ആണെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ജോലികൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ സ്മാർട്ട് പാലക്കാടുമായി സഹകരിക്കാൻ തയ്യാറുള്ള പ്രവാസി ലോകത്തെ തന്നെ ആളുകൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരുക്കമാണ്. മറ്റൊന്ന്, നാട്ടിൽ നിരവധിയായ സംരംഭങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ സഹായമായി നൽകുന്നുണ്ട്, സബ്സിഡികൾ നൽകുന്നുണ്ട്, ലോണുകൾ നൽകുന്നുണ്ട്, മറ്റ് സഹായ പദ്ധതികൾ നൽകുന്നുണ്ട്. ഇപ്പോൾ സംരംഭക മിഷൻ ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികൾക്ക് ഗവൺമെൻറ് രൂപം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പലപ്പോഴും നാട്ടിൽ വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് പലപ്പോഴും എത്താതെ പോകുന്നത് പ്രവാസ ലോകത്ത് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ചർച്ചയാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം സ്കീമുകളൊക്കെ അതാത് സമയങ്ങളിൽ ഇവരെ പരിചയപ്പെടുത്തുക, എന്നിട്ട് നാട്ടിൽ തിരിച്ചു പോരേണ്ട ഒരു താല്പര്യം വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ നാട്ടിലേക്ക് നിർബന്ധപൂർവ്വം മടക്കി അയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലോ മറ്റൊരു ജോലിക്ക് അന്വേഷിക്കുന്നതിന് പകരം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഒരു സംരംഭകനായി നാട്ടിൽ അവർക്ക് നിലനിൽക്കാനും വളരാനും കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഈ പദ്ധതി പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. smartpalakkad.com എന്ന പ്രത്യേക വെബ്സൈറ്റും ഇതിനായി അണിയറയിൽ ഒരുങ്ങുകയാണ്. പുതിയ പദ്ധതിയുടെ ലോഗോയും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വെബ്സൈറ്റിലെ മറ്റു വിവരങ്ങൾക്കൊപ്പം പ്രവാസികളുമായി കൂടുതൽ ആശയവിനിമയം നടത്താനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ലോഞ്ചിങ്ങിനോട് അടുത്തെത്തിരിക്കാൻ 1.5 മാസം കൊണ്ട് അതിൻ്റെ പ്രോഗ്രാം, സ്മാർട്ട് പാലക്കാടിൻ്റെ പ്രോഗ്രാം പാലക്കാട് ലോഞ്ച് ചെയ്യാൻ കഴിയും. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം നാട്ടിൽ വലിയ പ്രശ്നമായിരിക്കുമ്പോൾ അതിന് ഉപയോഗിക്കാൻ കഴിയാവുന്ന പ്രോഗ്രാംസിനെ പരിചയപ്പെടുത്തുന്ന ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്ന, വളണ്ടിയറായിട്ട് സമൂഹത്തെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ പൊട്ടൻഷ്യലിനെ അതിന് അൺലീഷ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ ഇപ്പോൾ റിട്ടയർഡായിട്ട് ഇരിക്കുന്ന ഒരു അധ്യാപകനും അധ്യാപികയും ഉണ്ടെങ്കിൽ അവർക്ക് സ്മാർട്ട് പാലക്കാടുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ സൗജന്യമായി വിദ്യാഭ്യാസ തലത്തിൽ സഹായം ആവശ്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ സെൻ്ററിൻ്റെ കീഴിൽ അവർക്കൊരു കോച്ചിങ് കൊടുക്കാം. സ്മാർട്ട് എന്ന പദത്തിന് മറ്റൊരു നിർവചനം കൂടി കണ്ടാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. ഷാഫീസ് മിഷൻ ഫോർ ആക്സിലറേറ്റിംഗ് റിയൽ ടാലന്റ് എന്ന 5 വാചകങ്ങളാണ് സ്മാർട്ട് എന്ന ഈ 5 അക്ഷരങ്ങൾക്കുള്ളതെന്നും വ്യക്തമാക്കിയാണ് അഭിമുഖം പൂർത്തിയായത്. പുതിയൊരു പാലക്കാട് നഗരമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ യുവ MLA. എല്ലാ പദ്ധതികളും സ്മാർട്ട് വേഗത്തിൽ പൂർത്തിയാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.